ടു മൈ യൂട്യൂബ് ചാനൽ. സ്വന്തം വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു കുറച്ച് സങ്കടമുള്ള കാര്യം കേട്ടോ. എക്കാൾ കുറച്ചുകൂടെ സങ്കടമായിരുന്നു അമ്മയ്ക്ക്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നീട്ടി വലിക്കാതെ പറയാം ഇന്നത്തെ വീഡിയോ എന്താണ്. ഇന്നൊരു ചെറിയ ഹോം ടൂർ ആണ്. ഇങ്ങനെ ഒരു ഹോം ടൂർ എടുക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. നമ്മളിപ്പോൾ വീടൊന്ന് റെനോവേറ്റ് ചെയ്യുകയാണ്. സോ ഞാൻ കരുതി എനിക്ക് എൻ്റെ മെമ്മറിക്ക് വേണ്ടി ഇപ്പോൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ എന്തായാലും വീട് കംപ്ലീറ്റ്ലി ഒന്ന് ചേഞ്ച് ആവും. അതിന് മുമ്പ് ഇത്രയും നാൾ താമസിച്ച വീട് എങ്ങനെയായിരുന്നു എന്ന് എനിക്കൊന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഈ വീട്ടിൽ നിന്ന് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. നമ്മളിപ്പോൾ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. സ്വന്തം വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു കുറച്ച് സങ്കടമുള്ള കാര്യം കേട്ടോ. ഇപ്പം അമ്മയായാലും ഈ വീട്ടിൽ നിന്ന് മാറാൻ നേരം ഭയങ്കര എന്നെക്കാൾ കുറച്ചുകൂടെ സങ്കടമായിരുന്നു അമ്മയ്ക്ക്. ഞാൻ പി ജിയിലും ഹോസ്റ്റലിലും അങ്ങനെയാണ് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്തില്ല. ബട്ട് സ്റ്റിൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മയുടെ ചങ്ക് പൊട്ടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അമ്മ കരയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ഡോക്യുമെന്റ് ചെയ്ത് വെക്കണം. അതേപോലെ വീട് ഷിഫ്റ്റിങ്ങിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. നമ്മളൊരു പുതിയ വീട്ടിൽ പോയി അവിടെ ചെറുതായിട്ടൊരു ഹൗസ് വാമിങ് ഒരു പാല് വെച്ചൊക്കെ ചെയ്തു. അപ്പോൾ ഇതിന്റെയൊക്കെ വീട് ഞാൻ ചെറുതായിട്ട് എടുത്തു വെച്ചു. കാരണം ഭയങ്കര തിരക്കായിരുന്നു. ഒരു വീട് ഫുള്ള് ഷിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണല്ലോ. അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും മര്യാദയ്ക്ക് പറ്റിയില്ല. അപ്പോൾ ഇന്ന് എൻ്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എടുത്തു വെക്കുന്ന ഒരു ചെറിയ ഹോം ടൂർ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതിലിപ്പോൾ ഒന്നുമില്ല, അലമാര, കട്ടില്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് എനിക്കറിയാലോ എന്തൊക്കെയാ എവിടെയൊക്കെയാ ഇരുന്നതെന്നൊക്കെ. അപ്പം ഞാൻ വെച്ചാൽ ഒരു ഡോക്യുമെന്റ് ചെയ്ത് വെക്കാതെ അപ്പൊ ഞാൻ എന്റെ ഹോം ടൂറിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. വായു എന്റെ വീട് എങ്ങനെയായിരുന്നു എന്ന് കാണാം. അപ്പൊ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടേക്കാം. ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. ഇവിടെ ആയിരുന്നു നമ്മൾ വെക്കുന്ന ചെയർ ഇവിടെ ആയിരുന്നു കേട്ടോ. അതേപോലെ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട് എല്ലാവർക്കും ഇരിക്കാന്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടുതൽ വന്നാൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരുന്നാണ് സംസാരിക്കുന്നത്. അതേപോലെ ഇവിടെ ഒരു ഷീറ്റ് ഉണ്ടായിരുന്നു മേളിലെ, അതിപ്പോ ഇളക്കി. കാരണം ഇപ്പൊ കുറച്ച് എല്ലാം പൊളിക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ഷീറ്റൊക്കെ നമ്മൾ ആദ്യമേ ഷീറ്റും കാര്യങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആദ്യം തന്നെ പൊളിച്ചു മാറ്റി. അപ്പൊ ഇതായിരുന്നു എന്റെ ഞങ്ങളുടെ ഒരു കുഞ്ഞു സിറ്റ് ഔട്ട്. ഈ ഒരു പോർഷനിലായിരുന്നു നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. ഇവിടെ ഒരു വിളക്ക് വെക്കുന്ന ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. ഈ ചെയർ ഞാൻ പറഞ്ഞു അവിടെ ആയിരുന്നു തന്നെ. അപ്പൊ ഇത്രയും ഒരു സ്പേസ് അങ്ങനെയായിരുന്നു വിളക്ക് കത്തിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ കുറച്ച് വിളക്ക് കത്തിക്കുന്ന സാധനങ്ങളൊക്കെ വെക്കുമായിരുന്നു. അതാണ് നമ്മുടെ കുഞ്ഞു സിറ്റ് ഔട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഹാൾ. ഇതിലായിരുന്നു നമ്മുടെ സോഫയും അതേപോലെ ഡൈനിങ് സ്പേസ് ഇവിടെ ആയിരുന്നു. ഇവിടെ ആയിട്ടായിരുന്നു ഡൈനിങ് സ്പേസ്. ഇവിടെ ഡൈനിങ്, ഇവിടെ കുറച്ച് ചെയർ വരുമായിരുന്നു, സോഫയും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. അതേപോലെ ഇവിടെയും ഒരു സോഫ വരുമായിരുന്നു. ഇവിടെ ആയിരുന്നു ടി വി യൂണിറ്റ്. നിങ്ങൾക്ക് ഇത് കണ്ടറിയുന്നത് എല്ലാം പൊളിച്ചൊക്കെ മാറ്റി. ഇവിടെ ആയിരുന്നു ടി വി വരുന്നത്. എന്നിട്ട് ഇവിടെ നമ്മുടെ ഷെൽഫ്, ഇതിൽ കുറെ ഞങ്ങളുടെ ഫോട്ടോസും അതുപോലെ എന്റെ ചേട്ടന്റെ കുറെ കളിപ്പാട്ടങ്ങൾ, കുറെ ഷോ പീസസ് ഒക്കെ കുറെ ഉണ്ടായിരുന്നു. അതാണ് ഹോളിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോയ അടുക്കളയാണ്. ഇത് അടുക്കളയിലോട്ടുള്ള വഴിയാണ്. പിന്നെ വരുന്നത് ഒരു വാഷ് ബേസിൻ ആണ്. ഇത് ബാത്റൂം. പിന്നെ ഇത് 2 ബെഡ്റൂമാണ്. അപ്പൊ ആദ്യം അച്ഛന്റെ അമ്മയുടെ ബെഡ്റൂമിലോട്ട് പോകും. ഇതാണ് അച്ഛന്റെ അമ്മയുടെ ബെഡ്റൂം. ഈ ബെഡ് മാറ്റിയില്ല. ഈ റൂമിൽ വലിയ പണികളൊന്നും വരാത്തോണ്ട് ബെഡ്റൂം കട്ടിലും അലമാരയും ഇവിടെ തന്നെ വെച്ചിട്ടാണ്. ഇവിടെ കട്ടിലും ഇവിടെ അലമാരയും ഇവിടെ ഒരു ചെറിയ ഷെൽഫ് ഉണ്ട് കേട്ടോ. ഇതായിരുന്നു അവരുടെ ബെഡ്റൂം. അത്യാവശ്യം ഇങ്ങനെ ആയിരുന്നു. ഭാഗ്യത്തിന് ഈ റൂമില് നിങ്ങളെ കാണിക്കാൻ എന്തെങ്കിലും ഉണ്ട്. ഇനി ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് എന്റെ റൂമാണ്. ഇവിടെ ആയിരുന്നു ബെഡ് കിടക്കുന്നത്. എന്റെ ബെഡ് ഇവിടെ ആയിരുന്നു. എന്റെ ചേട്ടന്റെയും ബെഡ്റൂം ഒന്നായിരുന്നു കേട്ടോ. ഇവിടെ എന്റെ ബെഡും ഇവിടെ കണ്ണന്റെ ബെഡും ഇവിടെ എന്റെ ബെഡും ആയിരുന്നു. കണ്ണൻ ദുബായിൽ പോയതിനു ശേഷം ബെഡ് ഇപ്പൊ ഞാൻ ഇവിടെ കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ എന്റെ വർക്കിംഗ് ടേബിൾ ഇവിടെ ആയിട്ടാണ് സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ എന്റെ കുറച്ച് സാധനങ്ങളും എല്ലാം ഈ ഒരു ഷെൽഫിനോട് സൈബർ ഷെൽഫ് ഉണ്ട്, അവിടെ വെച്ച് വരുന്നു. എനിക്കിത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പൊ ഒന്നുമില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും എല്ലാം നേരത്തെ എടുത്ത് വെക്കണം. എനിക്ക് ഒട്ടും സമയം കിട്ടുന്നില്ലായിരുന്നു. പിന്നെ എല്ലാം പെട്ടെന്ന് എടുത്ത് മാറ്റുക അങ്ങനത്തെ വന്നതുകൊണ്ട്
എനിക്കങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് എന്തൊക്കെ വെച്ച് കാണിക്കുന്നേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് മാപ്പാക്കണം. നമുക്ക് അടുക്കളയിലോട്ട് പോവാം. സോ ഇനി നമുക്ക് അടുക്കളയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് അടുക്കള. എന്താ ഞാൻ ഫസ്റ്റ് അടുക്കള എന്ന് പറഞ്ഞതെന്ന് വെച്ചാല് ഇവിടാണ് ഗ്യാസും കാര്യങ്ങളും അങ്ങനെയുള്ള ഗ്യാസിലുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടാണ്. നമുക്ക് അടുപ്പുണ്ട്, തീ കത്തിക്കുന്ന അടുപ്പ്, അത് അപ്പുറത്താണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ പുകയെടുപ്പിന്റെ ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് വീട് വെച്ച ആദ്യ സമയത്ത് ഇവിടെ ആയിരുന്നു, എല്ലാം ചുണ്ടത്തായിട്ടായിരുന്നു, ഒറ്റടുത്തായിട്ടായിരുന്നു. പിന്നെ ഈ പുകയെടുപ്പിന്റെ ഒരു പ്രശ്നം കാരണം നമ്മൾ ഇത് മാറ്റിയിട്ട് അങ്ങോട്ട് എടുത്തു അടുക്കള. മീൻസ് ആ പുകയെടുപ്പ് അങ്ങോട്ട് മാറ്റി. പക്ഷെ ഇവിടെ നിന്ന് ഇളക്കിയില്ല, പിന്നീട് എപ്പോഴും ഇളക്കാത്തൊക്കെ വിചാരിച്ചു വെച്ചു. ഇവിടെ ആയിരുന്നു ഗ്യാസ് ഇരിക്കുന്ന ഏരിയ. ഇതിപ്പോ എല്ലാ അടുക്കളയൊക്കെ ഇരിക്കുക കേട്ടോ, എല്ലാം എടുത്ത് മാറ്റിയും അത്. പിന്നെ ഇവിടെ ആയിരുന്നു നമ്മുടെ എല്ലാ പൊടികളും എന്തെങ്കിലും പാത്രങ്ങളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഇവിടെ ആയിരുന്നു. പിന്നെ അതൊക്കെ ഇവിടെ അതായിരുന്നു. പിന്നെ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് ഇറങ്ങിയാല് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ചോറും പുകയെടുപ്പൊക്കെ ഇവിടെ, ഈ തീയിട്ട് വെക്കേണ്ട സാധനങ്ങളൊക്കെ ഇവിടെയായിരുന്നു. ഇവിടെ ഒരു ഇതിങ്ങനല്ല കേട്ടോ, ഇവിടെ ഒരു റൂഫ് എന്തോ ഒരു സംഭവം ഷീറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇവിടെ കവർ ചെയ്തിട്ടൊക്കെ ആയിരുന്നു. പക്ഷെ അതുപോലെ ഇവിടെയും ഒരു ഇങ്ങനെ വെയില് എന്താ പറയുന്നത്, ഇവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഇളക്കി. ഇന്നാണ് അത് ഇളക്കിയത്, കാരണം പണി തുടങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതെല്ലാം ഇളക്കി. അപ്പൊ ഇവിടെ ആയിരുന്നു പുകയെടുപ്പ് വരുന്നത്. ഇനി ഈ പുകയെടുപ്പ് ഇളക്കി വെക്കും. പിന്നെ ഇവിടെ അരകല്ല്, ഇവിടെ പാത്രം കഴുകുന്ന സ്ഥലം. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാല് ഇതൊരു ഓപ്പൺ ഏരിയ ആട്ടോ. നമ്മൾ ഇവിടെ ആയിരുന്നു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെച്ചേ. ഇതിനധികം കാണിക്കുന്നില്ല ഇപ്പൊ, കാരണം ഭയങ്കര മെസ്സായിട്ട് കിടക്കുക. ഇവിടെ ഫുള്ള് പൊടി. താഴോട്ട് നിങ്ങൾക്ക് ഇപ്പം ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് വന്ന് പൊടിച്ചത് കൊണ്ട് തന്നെ ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു, ഒരു ഗേറ്റ്, ഇവിടെ ഒരു ഡോർ ഉണ്ടായിരുന്നു, അതെല്ലാം ഇന്ന് പൊളിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കര മെസ്സായിട്ട് കിടക്കുക. സോ ഇത്രയാണ് എന്റെ വീട്. എനിക്കറിയാം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ എനിക്ക് പക്ഷെ എന്താ കാണിക്കുന്നത്, ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, എന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. എനിക്കിപ്പം ആ വാടക വീട്ടിലോട്ട് മാറിയപ്പം എനിക്ക് തന്നെ തോന്നി, അയ്യോ നമ്മുടെ പഴയ വീട് മിസ് ചെയ്യുന്നു. നേരത്തെ എവിടെയൊക്കെ മാറി നിന്ന് നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മൾ വരുന്നല്ലോ. ഇപ്പൊ വേറൊരു വാടക വീട്ടിൽ പോയി നിന്നു, ഈ സ്വന്തം വീട് ശരിയാകുന്ന വരെ നമ്മൾ ആ വീട്ടിൽ. അപ്പം അതൊരു എനിക്ക് തോന്നി എന്തായാലും എനിക്കിത് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചേ പറ്റൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, കാരണം ഒരു ഹോം ടൂർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് അവിടെ എല്ലാം കാണിക്കുമ്പോഴേ അത് കംപ്ലീറ്റ് ആകുന്നു. പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഞാൻ എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി എടുത്ത കേട്ടോ. എനിക്കറിയാം ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായില്ലെങ്കിലും ഇഷ്ടമായാലും കമന്റ് ചെയ്യുക. അപ്പൊ എന്റെ ചെറിയ ഒരു ഹോം ടൂർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോ ഇത്രയൊക്കെ ഉള്ളു എന്റെ ഒരു വീട്. ഇപ്പൊ കൂടുതലും പറയാനും കാണിക്കാനും ഇവിടെ കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ അതെ, എന്റെ ഹോം ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ സ്റ്റേ ഹാപ്പി ഗൈസ്, ബൈ.